ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു നൈറ്റി കട്ടിങ് സ്റ്റിച്ചും കൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ 290 തുണിയാണ് ഇതുപോലെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് അളവിനുള്ള നൈറ്റി വെച്ചിട്ട് ഇതുപോലെയാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇറക്കം കണക്കാക്കിയിട്ടാണ് നമ്മൾ നൈറ്റി വയ്ക്കുന്നത്. മുകളിലാണ് ബാലൻസ് ഉള്ള പീസ് വെച്ചെടുക്കുന്നത്. അത് വെച്ച് വരച്ച് നമ്മളതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. വെച്ച് വെട്ടുന്നത് കൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇനി കൈയും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം. അതിൻ്റെ ബാലൻസ് ഉള്ള പീസ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ കൈ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നൈറ്റീൻ്റെ മുന്നിലേക്ക് വെക്കാനൊരു പീസ് വേണം. അതിൻ്റെ ബാലൻസ് ഉള്ള ഈ പീസ് വെച്ചിട്ട് രണ്ടാക്കി മടക്കി നമ്മൾ അതിൽ കഴുത്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നടുവശം ഓപ്പണാണ്, മോൾ വശമാണ് ഫോൾഡിങ്. നമ്മളത് രണ്ട് വശത്തേക്കുള്ളാവാൻ വേണ്ടിയിട്ട് മോൾ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെയാണ് നൈറ്റീൻ്റെ കഴുത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് തയ്ക്കാനും പറ്റും. അതിന് നടുവശം ഒന്ന് ആദ്യം കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ നഖം വെച്ചിട്ട് അതൊന്ന് വരച്ചു കൊടുത്തിട്ട് നൈറ്റീൻ്റെ ചീത്ത വശത്ത് ഈ പീസിൻ്റെ ചീത്ത വശം മുകളിലേക്കാക്കി വെച്ചിട്ടാണ് നമ്മളത് അടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ കഴുത്ത് വെച്ച് നമ്മളൊരു ഫൂട്ടിൻ്റെ പകുതി ഫൂട്ടിൻ്റെ അത്ര ഒരു 1/4 ഇഞ്ച് ഇതിലാണ് അടിച്ചു കൊടുക്കുന്നത്. അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിന് നടുവശം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് കോർണറിലൊക്കെ ഒരു കട്ടിട്ട് കൊടുത്തുകൊണ്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. നമ്മളതൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് ഒരു പതിച്ചടി കൊടുക്കുകയാണ്. അതും നല്ല ലാസ്റ്റ് കൂടെ അല്ല, ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ അടുത്ത വശം കൂടി ചെറുതായിട്ടൊന്ന് മടക്കി നല്ല പീസിനോട് ചേർത്ത് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പീസ് വെച്ച്. അപ്പോൾ കഴുത്തിൻ്റെ വശം നല്ല കട്ടി ഉണ്ടാവും, നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് പൈപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാ മുൻവശത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. നമുക്കതിനൊരു ചെറിയൊരു കെട്ടുണ്ടാക്കണം. നമ്മൾ ഷോ ബട്ടണൊന്നും വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കലാണ്. ഇങ്ങനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമ്മളൊന്ന് അരികടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. കോട്ടൻ്റെ തുണിയാകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ്. നമ്മൾ ചെറിയൊരു പ്ലക്കർ പോലത്തെ ഇത് വെച്ചിട്ടാണ് അത് തിരിച്ചിടുന്നത്. ഇതുപോലെ 2 ചതുര പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ച് അതിൽ ചെറിയൊരു ഡോറ് പോലെ ഉണ്ടാക്കുകയാണ്. അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി നമ്മളതിൻ്റെ ഫ്രണ്ട് വശത്ത് അടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോ ബട്ടൻ്റെ ഒന്നും ആവശ്യമില്ല. നൈറ്റിക്ക് നല്ല ഭംഗി ഉണ്ടാവും.
ഞങ്ങൾക്ക് ബാക്ക് പീസാണ്. നല്ല വൈഡായിട്ടാണ് കഴുത്ത് വേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് ഒരു 3.5 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഈ 2 ക്രോസ് പീസ് വെട്ടി കൂട്ടി യോജിപ്പിച്ച് നമുക്കതൊന്ന് പതിച്ചടിച്ചെടുക്കണം. ഇതുപോലെ 2ആക്കി മടക്കി വെച്ചതിൻ്റെ മുകളിൽ കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ബാലൻസുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണ്ട് നമ്മളതൊന്ന് പതിച്ചടിക്കണം. പതിച്ചടിക്കുമ്പോൾ തുമ്പ് ആ പതിച്ചടിക്കുന്ന വശത്തേക്ക് തന്നെയാണോ നോക്കണം. നമുക്ക് നൈറ്റീൻ്റെ ഫ്രണ്ട് പീസുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ലാസ്റ്റ് അടിച്ച മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് അടിച്ചത് തുമ്പ് അപ്പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ നൈറ്റി മറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മളതിന് മുകളിൽ കൂടെ പതിച്ചടിയും കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് അളന്ന് നോക്കി ബാലൻസുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കൈ പിടിപ്പിക്കാൻ. അളവിനുള്ള നൈറ്റി വെച്ചിട്ട് നമ്മളതിൻ്റെ ഷോൾഡർ ബാലൻസുള്ള കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമ്മൾ കൈയാണ് തേരുവശമായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരൊറ്റ മടക്കിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഈ നൈറ്റി ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത വശം ഷോൾഡറിൻ്റെ അവിടേക്ക് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൈ തിരിഞ്ഞ് പോവുന്നില്ല. നൈറ്റിയൊക്കെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ പോണത്. അപ്പോൾ കൈയൊക്കെ വെച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അളവിന് വെച്ച് നൈറ്റി ഒന്ന് അളവിന് വരച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അടിവശത്തെ കുറച്ചുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. മറ്റേ വശം ഇതേപോലെ തന്നെ ഷേപ്പൊക്കെ അടിച്ചെടുക്കുകയാണ്. ആദ്യം ഒരൊറ്റ അടിയാണ് അടിച്ചു കൊടുക്കുന്നത്, പിന്നെ രണ്ടാമത് അടിക്കുമ്പോഴാണ് നമ്മൾ ആ ഷേപ്പിന് അടിച്ചു കൊടുക്കുന്നത്. അടിയും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നൈറ്റീൻ്റെ സ്റ്റിച്ചിങ്ങും തീർന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും, നല്ല ഭംഗി ഉണ്ടാവും. പൈപ്പിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും ചിലവുമില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം.